പൊങ്ങി നിൽക്കുന്ന പാലത്തിനാണ് ഹംപ് നോസ് എന്ന് പറയുന്നത്. ഹംപ് ക്യാൻ ബി ഏതർ കാർട്ടിലേജ് അല്ലെങ്കിൽ മോൾ ഭാഗമാണെങ്കിൽ ബോൺ ആയിരിക്കും. വാട്ട് യു ഡു ഫോർ ദാറ്റ്? നമുക്കത് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പുതിയൊരു സ്ട്രക്ചർ പോലെ മേളിൽ കൊടുക്കാൻ പറ്റും. ആ എല്ല് ട്രിം ചെയ്ത് കളഞ്ഞിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റും. ക്ലോസ് ചെയ്തിട്ട് ആ ഭാഗത്തുനിന്ന് മേളിൽ നിന്നുള്ള താഴോട്ടുള്ള പ്രൊജക്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തെടുക്കുക. അതിന് നമുക്ക് ഈ പറയുന്ന ഒരു കാർട്ടിലേജ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സപ്പോർട്ട് നമുക്ക് ഈ ഉള്ള കാർട്ടിലേജിൽ നിന്ന് തികയുന്നില്ലെങ്കിൽ ആ കാർട്ടിലേജ് മറ്റു ഭാഗത്തു നിന്ന് ചിലപ്പോൾ എടുത്ത് ആ ഒരു സപ്പോർട്ട് കൊടുക്കേണ്ടി വരാം. മൂക്കിന്റെ ഷേപ്പ് കംപ്ലീറ്റ് എല്ലൊടിഞ്ഞ് കാർട്ടിലേജും ഒടിഞ്ഞൊക്കെ ഫ്ലാറ്റ് നോസ് ഒക്കെ ആയിട്ട് സാഡിൽ നോസ് ഒക്കെ ആയിട്ട് ആൾക്കാർ വരാറുണ്ട്. അപ്പൊ അതിന് എസ്പെഷ്യലി ഈ പറഞ്ഞ പോലെ ഓൾറെഡി ഉള്ള മൂക്കിന്റെ കാർട്ടിലേജ് നമുക്ക് അധികം വർക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം ഇറ്റ്സ് ഓൾറെഡി ഡാമേജ്. ഇൻ ദോസ് കേസസ് നമ്മൾ എവിടെ നിന്നാണ് കാർട്ടിലേജ് എടുക്കാറ്? കാർട്ടിലേജ് യൂഷ്വലി നമ്മുടെ റിബ്സ്, അതിൽ നമുക്ക് ആഡിക്വേറ്റ് സ്റ്റോക്ക് ഓഫ് കാർട്ടിലേജ് കിട്ടും. ഇപ്പോൾ ഈ പറഞ്ഞൊരു കേസസ് ആണെങ്കിൽ വളരെ സിവിയർ ട്രോമ നമ്മൾ പ്രൈമറി ആയിട്ട്, അതായത് ഉടനെ നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ ഗെറ്റ് എ ബെറ്റർ റിസൾട്ട്. ചില പേഷ്യൻസ് വരാറുണ്ട് 6 മാസം 1 വർഷം മുമ്പൊക്കെ മുഖം അങ്ങ് മൊത്തത്തിൽ അങ്ങ് ചതഞ്ഞു പോവുകയാണ്. ഈ പറഞ്ഞൊരു ടൈം പീരീഡ് കഴിഞ്ഞിട്ട് വരുമ്പോൾ അവിടെ എല്ലാം ഈ സ്കാർ ഫോർമേഷൻ ഉണ്ടായിട്ട് നമുക്ക് ഈ ഭാഗമൊക്കെ വീണ്ടും റീകൺസ്ട്രക്ട് ചെയ്ത് അതിൻ്റെ വീതി, പ്രൊജക്ഷൻ എല്ലാം കിട്ടുക എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. മാക്സിലോഫേഷ്യൽ, പ്ലാസ്റ്റിക്, ENT എല്ലാവരും ഇൻവോൾവ് ചെയ്യേണ്ട ഒരു ടീം വർക്കാണ് അത്തരം കേസസ്. അതിൽ ഈ പറഞ്ഞ റീകൺസ്ട്രക്ഷൻ ഡെഫിനറ്റ്ലി നമ്മൾ ഈ പറഞ്ഞ പോലെ റിബ് അല്ലെങ്കിൽ നമ്മുടെ മറ്റു ഭാഗത്തുനിന്ന് എല്ലെടുത്ത് ആവശ്യമുള്ള നേസൽ സപ്പോർട്ട് ആൻഡ് അഡ്ജസൻറ്റ് സപ്പോർട്ടിന് വേണ്ടി വരും.